അരുൺ, ഇപ്പം ഹൈക്കോടതി ഇന്നലെ, താങ്കൾ ഒരു അഭിഭാഷകനും കൂടിയാണ്, ഇപ്പൊ ഹൈക്കോടതി ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ. അതിന് പിന്നാലെയാണ് ആ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കുന്നത്. ഇതിൽ പ്രഥമ ദൃഷ്ട്യാ അനാദരവുണ്ടെന്ന് പറയുക മാത്രമല്ല, അംബേദ്കർ ഉദ്ധരിക്കുന്നു, ഇതൊരു കുറ്റകരമാണെന്ന് പറയുന്നു, 3 വർഷം വരെ തടവ് ലഭിക്കാമെന്നൊക്കെ ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അനുചിതമാണ് മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് എന്ന് തോന്നുന്നില്ലേ? താങ്കൾ പറഞ്ഞല്ലോ പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി എന്ന് പറഞ്ഞല്ലോ. ഹൈക്കോടതി ഇന്നലെ പുറത്തിറക്കിയ 17 പേജുള്ള ജഡ്ജ്മെന്റിൽ ഒരിടത്തും പോലീസ് റിപ്പോർട്ട് റദ്ദാക്കിയിട്ടില്ല. ഹൈക്കോടതി റദ്ദാക്കിയത് ഇതിലെ തുടരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അഡ്വക്കേറ്റ് ബൈജു കൊടുത്ത ഒരു ഹർജിയുണ്ട് മജിസ്ട്രേറ്റ് കോടതി. അത് തള്ളിയ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന്റെ ആ ഉത്തരവാണ് റദ്ദാക്കിയിട്ട് ഇതിൽ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ട് തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഇതിലെ റഫർ റിപ്പോർട്ട്, അതായത് പോലീസ് അന്വേഷണം നടത്തി പൂർത്തീകരിച്ച് ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റഫർ റിപ്പോർട്ട് ആ മജിസ്ട്രേറ്റ് കോടതിയിൽ പെൻഡിംഗ് ആണ്. ആ റഫർ റിപ്പോർട്ട് നിലനിൽക്കുമ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസന്റ് ഈ മന്ത്രി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ റഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലാണ്. ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്കെതിരെ ആ പോലീസ് നൽകിയ റിപ്പോർട്ട് അതേപടി വാങ്ങി വെക്കുകയാണോ എന്നുകൂടി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. അല്ല, ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസിന്റെ പരിഗണനയുടെ ഇടയിൽ പല കമന്റുകളും വരും. പക്ഷെ അതിന്റെ ഒരു ഓപ്പറേറ്റീവ് പോർഷൻ ഓഫ് ദി ജഡ്ജ്മെന്റ് ഫോറൻസിക് റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും പരിശോധിച്ചിട്ടില്ല. അതുകൂടി പരിശോധിച്ച് തുടരന്വേഷണം നടത്തണമെന്ന റീ ഇൻവെസ്റ്റിഗേഷൻ അല്ലല്ലോ, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോ ഏതെങ്കിലും തരത്തിൽ ആ റഫർ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദ് ചെയ്യാത്ത സാഹചര്യം അത് ഞാൻ അംഗീകരിക്കുന്നു. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടായിരിക്കും ഹൈക്കോടതിക്ക് ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് DGPക്ക് നിർദ്ദേശം നൽകേണ്ടി വന്നത്? അത് പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ ഉള്ളത് കൊണ്ടല്ലേ അരുൺ? അതിൽ ഒരു കാര്യം പറയാം. കാരണം ഇത് ഏതെങ്കിലും തരത്തിലൊരു റഫർ റിപ്പോർട്ട് അന്വേഷണം നടത്തി പ്രതി കുറ്റക്കാരനല്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള തെളിവുകൾ ഇല്ലെന്ന് ബോധ്യപ്പെടുന്ന റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തു. ആ റഫർ റിപ്പോർട്ടിൽ ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ ഇന്റർഫെയർ ചെയ്യുകയാണെങ്കിൽ ആ ഇന്റർഫറൻസ് ബാധിക്കുന്നത് ഈ കേസിലെ പ്രതികൾക്കാണ്. ഈ കേസിൽ സജി ചെറിയാൻ ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വാദവും കേൾക്കാതെ കോടതി ഇതിലൊരു കമന്റ് പറഞ്ഞു. ഒരു 2 പാരഗ്രാഫിൽ ഈ റഫർ റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു. അതിനുശേഷം തുടരന്വേഷണം നടത്താൻ പറഞ്ഞു. ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ പ്രബലദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കുമെന്ന് കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തിയതിന് വിരുദ്ധമായിട്ട് ഇനി ഒന്നും അന്വേഷണം നടത്താൻ പറ്റില്ല. ആ അന്വേഷണം നടത്തി മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം റിപ്പോർട്ട് കൊണ്ടേ കൊടുത്താലും ആ മജിസ്ട്രേറ്റിന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് സജി ചെറിയാൻ പറഞ്ഞത്, എന്നെ കേൾക്കാതെ, എന്റെ വാദം കേൾക്കാതെയുള്ള ഈ കേസിനെതിരെ, ഈ ഉത്തരവിനെതിരെ ഞാൻ അപ്പീൽ പോകും എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഏതായാലും നിലനിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം റഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ പെൻഡിംഗ് ആണ്. ഇന്നെ കാര്യങ്ങളിൽ തുടരന്വേഷണം നടത്തണം, ഫോറൻസിക് റിപ്പോർട്ട് കൂടി പരിശോധിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തട്ടെ. ആ നടത്തുന്ന സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരുടെ മൊഴി എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ 1 മുതൽ 5 വരെയുള്ള സാക്ഷികളുടെ അവർ ആ പ്രസംഗം നേരിട്ട് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ വ്യാഖ്യാനങ്ങൾ എടുത്തിട്ടില്ല. അതെങ്ങനെയാണ്? കാരണം അത് ഫേസ്ബുക്കിൽ ലൈവ് പോയൊരു പ്രസംഗമല്ലേ. ഇനി അതിപ്പോൾ എഡിറ്റഡ് ആണെന്നൊരു സംശയം ഉണ്ടെങ്കിൽ അതിന് ഫോറൻസിക് റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ CPM നേതാക്കളുടെ, CPM പ്രവർത്തകരുടെ മാത്രം മൊഴിയാണോ വിശ്വസിക്കേണ്ടത്? അല്ല, അതിലൊരു കാര്യം ഹൈക്കോടതി തന്നെ പറഞ്ഞത് എന്താ, ഇതിലെ പ്രതി മന്ത്രിയായിരിക്കെ ലോക്കൽ പോലീസ് അന്വേഷിക്കുമ്പോൾ അതിൽ ചെറിയ പരിമിതികൾ വന്നു. അതുകൊണ്ട് മന്ത്രിയായിരിക്കുന്ന പ്രതിക്കെതിരെ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പ്രതി മന്ത്രിയാണെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഇതിൽ വിട്ടുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ പരിഗണനയിൽ വരാത്ത കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടും എന്ന രൂപത്തിൽ തന്നെയാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മന്ത്രി മാറി നിൽക്കണമെന്നോ മന്ത്രിയായ പ്രതി ഉള്ളപ്പോൾ മനസ്സിലായി. കാരണം CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു ബൈജുവിന്, അത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഇന്റഗ്രിറ്റി എന്നുള്ളൊരു വാക്ക് താങ്കൾ അത് വായിച്ചില്ല. 17 പേജുള്ള ഓർഡറിൽ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു അരുൺ. അത് സ്വാഭാവികം. കാരണം ഒരു ഫോറൻസിക് റിപ്പോർട്ട് ഈ കേസിൽ ഒരു നിർണായകമായിട്ടുള്ള രേഖയായിരുന്നു. അതുകൂടി വന്നിട്ട് റഫർ റിപ്പോർട്ട് കൊടുക്കുന്നതായിരുന്നു ഉചിതം എന്നാണ് ഇപ്പൊ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതേതായാലും ക്രൈംബ്രാഞ്ചിനെ നല്ല വിശ്വാസത്തിലെടുത്ത് കേരളത്തിൽ മന്ത്രി ആയ പ്രതി ഇങ്ങനെ മന്ത്രിയായി പ്രവർത്തിക്കുമ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഇതിന്റെ നീതി കൃത്യമായിട്ട് നിർവഹണം നടക്കും, അതിൽ സത്യം പുറത്തു വരും എന്ന ഒരു ബോധ്യത്തിലേക്ക് ഹൈക്കോടതി എത്തിയത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപ്രീസിയേഷനാണ്. CBIക്ക് വിടാതെ തന്നെ അത്തരത്തിലുള്ള അന്വേഷണം നടക്കട്ടെ. ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും കോടതി ഉത്തരവില്ലാതെ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിട്ട ആളാണല്ലോ സജി ചെറിയാൻ. ഇപ്പോഴും ആ അന്വേഷണത്തിന്റെ തുടർ അന്വേഷണം എന്ന രൂപത്തിലാണ്. അപ്പോ അത്തരത്തിൽ മാറി നിൽക്കാനോ മറ്റു കാര്യങ്ങളൊന്നും കോടതിയുടെ പരാമർശത്തിലോ മറ്റു കാര്യങ്ങളില്ല. അതുകൊണ്ട്
വിട്ടുപോയ കാര്യങ്ങൾ ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് തുടരന്വേഷണമാണ്. വീണ്ടും ഇതുവരെ അന്വേഷിച്ച് മുഴുവൻ പ്രശ്നമാണ്, അതുകൊണ്ട് വീണ്ടും അന്വേഷിക്കണം എന്നല്ലല്ലോ. എവിടെയാണോ അന്വേഷണം നിർത്തിയിരിക്കുന്നത് അതിൽ ഇന്ന വസ്തുതകൾ കൂടി കൂട്ടിച്ചേർത്ത് അന്വേഷണം പൂർത്തീകരിക്കണമെന്ന് പറയുമ്പോൾ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. അത് തന്നെയാണ് ഇന്നും പുറത്തു വന്നിരിക്കുന്ന വാർത്ത. അതുപോലെ നല്ല കേസ് മന്ത്രിയെ കേൾക്കാത്തത് കൊണ്ട് അപ്പീൽ കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് CPM-ന്റെ തീരുമാനം.